ജാതി സെൻസസ് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, എല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ. ഇത് പ്രഖ്യാപനമായി അവശേഷിക്കരുത്, സമയബന്ധിതമായി നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണം. അതാണ് വേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡ്, അതിന് നടത്തിയ പ്രചരണം, അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജാതി സെൻസസ് പ്രഖ്യാപിച്ചത്. പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോകരുത്, ഉടനെ നടപ്പിലാക്കുകയാണ്. ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നടപ്പിലാക്കണം. നേരത്തെ പലതവണ ഈ വിഷയം ഉയർന്നു വന്നപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ജാതി സെൻസസ് നടത്തി കഴിഞ്ഞാൽ അത് രാജ്യത്തെ വിഭജിക്കും എന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിൽ നിലപാടെടുക്കുന്ന BJP ബീഹാർ ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടാവുക. അല്ല, കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. കാരണം ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ DMK ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. അതൊക്കെ വസ്തുതകളാണ്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ, പിന്നോക്ക ജനങ്ങളുടെ, ന്യൂനപക്ഷങ്ങൾ ഏതായാലും അവരുടെ ദൃഷ്ടിയിലില്ല. അപ്പോൾ ഒരുപാട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ടാണ് അവരെ ഭരണം മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി അവഗണന. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ഇനിയും ബീഹാറിലും കൂടി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മോട്ടീവ്. പക്ഷേ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ സമയബന്ധിതമായി നടത്തണം എന്നാണ് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത്. ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡ് അംഗീകരിച്ചതാണ് ഈ സെൻസസ് പ്രഖ്യാപനം.